ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഭാര്യമാരെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ, അങ്ങനെ ഭാര്യമാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്. അപ്പം തിരിച്ച് നമ്മളാരും ഇതുവരെയും ചിന്തിച്ചിട്ടില്ല അല്ലേ? അപ്പം ഭാര്യമാരും കുറച്ച് പേരൊക്കെ കുഴപ്പക്കാരാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ ഈ ഭർത്താക്കന്മാരുടെ സമാധാനം കളയുന്ന ഭാര്യമാരുടെ കുറേ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും ഒന്നാമത്തെന്ന് വെച്ചാൽ എപ്പോഴും അനാവശ്യമായി ഭർത്താക്കന്മാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാര്യമാരെക്കുറിച്ചാണ് ഒന്നാമത്തെ പറഞ്ഞത്. അതായത് ഇപ്പം ഭർത്താവ് പിന്നെ അവരുടെ വീട്ടുകാരുമായിട്ടോ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ ഒരു ശകല സമയം ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യത്തിലോട്ട് നേർപ്പെടുത്താനോ ഒന്നും ഈ കൂട്ടർ സമ്മതിക്കത്തില്ല. അവർക്ക് എപ്പോഴും അതായത് ഞാനും എൻ്റെ മക്കളും എന്നുള്ള ഒരൊറ്റ ചിന്തയായിരിക്കും. ചില സ്വാർത്ഥതയായ സ്ത്രീകളുണ്ടല്ലോ, മിക്കവാറും ഉള്ളിടത്തെല്ലാം കാണും കേട്ടോ. അപ്പം എന്താ പറയുക, 100-ൽ 50% ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാകത്തില്ല. അവർ പ്രത്യേകം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഭർത്താവിനെ പിടിച്ചു മാറ്റി അവരായി അവരുടെ പാടായി എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിനായിട്ട് അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളെയോ അങ്ങനെ എന്തെങ്കിലും മിത്രങ്ങളോടോ ഒക്കെ ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാനോ ചിലപ്പോൾ ഇവരെ കട്ടായിരിക്കും മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥകൾ പരമാവധി വരുന്നത്. അപ്പോൾ അങ്ങനെ പോലും വിലക്കി നിർത്തുന്ന സ്ത്രീകളുണ്ട്. അപ്പം നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ജീവിതത്തിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആ പുരുഷന്മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിഷമങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് തന്നെയാണെങ്കിൽ ഈ പുരുഷന്മാരുടെ കൂട്ടുകാരുണ്ടല്ലോ, ഈ കൂട്ടുകാരുമായിട്ട് അധികം സമയം ഒന്നിച്ചിരി മിണ്ടോ ഒന്ന് സംസാരിച്ച് എവിടെയെങ്കിലും മാറിയോ ഒന്ന് ഇരിക്കുകയോ ഒന്നും ചെയ്യാൻ ഇവർ സമ്മതിക്കാത്ത സ്ത്രീകളുണ്ട്. ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് നിർണായകമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് അങ്ങനെ കാണുന്നവരുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഇപ്പം വരാനൊരു ശകലം താമസിച്ചാൽ വിളിച്ചിരിക്കുക, എവിടെ എന്തെടുക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഒരു 100,000 ചോദ്യങ്ങളാണ്. അഥവാ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചിരിക്കുകയാണെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിളിക്കും, പെട്ടെന്ന് പറ്റത്തില്ല, പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ സ്വാർത്ഥതയായ സ്ത്രീകളാണ്. ഇവരുടെ ഒരു ലക്ഷണം അതാ. വീട്ടുകാരുമായിട്ടും സംസാരിപ്പിക്കത്തില്ല, കൂട്ടുകാരുമായിട്ടും വലിയ ഇതില്ല. അതുപോലെ തന്നെയാണ് പൈസ ആണുങ്ങൾ കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവന്ന് കൊടുത്ത് അതിനകത്തുനിന്ന് 1 രൂപ ചിലവാക്കണമെങ്കിൽ പോലും സ്ത്രീകൾ കണക്ക് ചോദിക്കുന്ന സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, കുറച്ചെങ്കിലും സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. 1 രൂപ എടുത്ത് എന്തെങ്കിലും ചെയ്ത് അപ്പം കാര്യം കണക്ക് സഹിതം ബോധിപ്പിക്കണം. ഇതുങ്ങൾ കഷ്ടപ്പെട്ട് കാശ് കൊടുക്കുകയും ചെയ്യണം, ആ സ്ത്രീകളെ കണക്ക് സഹിതം ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർ ഭൂരിപക്ഷം ആൾക്കാരുടെ മനസ്സ് നന്നായിട്ട് തളരുന്നുണ്ട്. ഇതുങ്ങൾ എന്തെങ്കിലും ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ദേഷിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർ മക്കളുടെ മുമ്പിലിരുന്ന് കരയുകയും പറയുകയൊക്കെ ചെയ്ത് ഒരു അച്ഛനെ ഒരു മോശക്കാരനുള്ള ഒരു ആളിനെ പോലെ ആയിരിക്കും പിന്നീട് മക്കൾ കാണുന്നത്. ആ രീതിയാണ് ചില സ്ത്രീകളുടെ സ്വഭാവ ദൂഷ്യമാണത്. അതുപോലെ തന്നെ വരവിനനുസരിച്ച് ചിലവൊന്നും ആക്കത്തില്ല ഇവർ. ഇപ്പം ഹസ്ബൻഡ് ഒരു 30,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലും ചിലപ്പം ഒരു മാസം 40,000-50,000 രൂപയുടെ ചിലവായിരിക്കും ഇവർ ചെയ്യുന്നത്. ദൂർത്തായിരിക്കും പല സ്ത്രീകളുടെയും പ്രധാന ലക്ഷ്യം. കാരണം ഇപ്പോൾ എന്താ പറയുക, ഒരു ഡ്രസ്സ് ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഡ്രസ്സിങ്. നമുക്ക് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കടന്നാൾ, അതായത് ഓണമോ വല്ല വിഷുവിനോ അല്ലെങ്കിൽ വല്ല അത്യാവശ്യം വേണ്ടപ്പെട്ടവരുടെ വീട്ടുകളിലൊക്കെ ഈ കല്യാണങ്ങളൊക്കെ നമ്മുടെ മിത്രങ്ങളുടെ അനിയൻ്റെ അങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭർത്താവ് നമുക്ക് ഡ്രസ്സ് എടുത്ത് തരും. അത് ആ ഒരു രീതി. പക്ഷേ ഓരോരുത്തടത്തും പോകാൻ ഓരോ ഡ്രസ്സ്, ഓരോ ഓർണമെൻറ്റ്സ് അതൊക്കെ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പുതിയതായിട്ട് മേടിക്കുന്ന ഇതൊക്കെ ഭയങ്കര ആഡംബര ജീവിതമാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ളതും ഇല്ലാത്തതുമായ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളായാലും പാത്രങ്ങൾ അങ്ങനെ വേണ്ട സകല സാധനങ്ങളും വരവിന് അനുസരിച്ചുള്ള ചിലവായിരിക്കത്തില്ല ഈ കൂട്ടർ ചെയ്യുന്നത് അല്ലേ. അപ്പം ഭയങ്കര ദൂർത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട പുരുഷന്മാരെല്ലാം മനസ്സ് മടിച്ചിട്ടുള്ള ജീവിതവും കൂടിയായിരിക്കും ജീവിച്ച് തീർക്കുന്നത്. അതുപോലെ തന്നെ ഈ കുടുംബജീവിതത്തിൽ പ്രധാനമായിട്ട് സ്ത്രീകളുടെ ഈ ഭർത്താക്കന്മാർക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സംശയരോഗം. അതായത് ഇപ്പം ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോള് വന്നെന്നിരിക്കട്ടെ, കോള് വന്ന് ചിലപ്പം ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും കൂട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, നമ്മുടെ മുന്നേ വെച്ച് സംസാരിക്കാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ അത് അപ്പുറത്തോട്ട് പോയി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും, ഏത് പെണ്ണിനെയാണ് വിളിച്ചത്, എന്തിനാണ് വിളിച്ചത്, എന്ത് കാര്യത്തിനാണ് വിളിച്ചത്. അപ്പോഴേ ഫോൺ പരിശോധനയായി വിളിയായി അതുപോലെ തന്നെ ജസ്റ്റ് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്ന സമയത്ത്
ഏതെങ്കിലും ഒരു ആരോടെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയ പിന്നെ അവരുടെ പേരും ചേർത്തുള്ള പഴിവാക്ക് വർത്തന ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇവരുടെ പേരുമായിട്ട് ചേർത്തുള്ള സംശയ രോഗങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഒരു ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏത് സ്ത്രീ ആയാലും അതൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെ. നമ്മൾ എപ്പോഴും സ്ത്രീകളെ പൊക്കിയാണ് നമ്മളെപ്പോഴും പറയുന്നതും വീഡിയോയ്ക്കകത്തും എല്ലാം നമ്മൾ ഇടുന്നത്. പക്ഷേ ഇങ്ങനെയും പുരുഷന്മാരും കുറേ കാര്യങ്ങൾ സഹിക്കുന്നുണ്ട്. അതും നമ്മളൊന്ന് ഓർത്തിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോസും കൂടെ ഇടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പുരുഷന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുങ്ങൾ എന്താ പറയുക, ചത്തില്ല എന്ന് പറഞ്ഞുള്ള ജീവിതമായിരിക്കും ചില ആൾക്കാർ ജീവിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം മക്കളുടെ മുമ്പിൽ ഇവർ മോശക്കാരായി പോവുകയാണ് ചെയ്യുന്നത്. അമ്മ ഭയങ്കരം വലിയ എന്തോ ഇത്, അപ്പം അച്ഛൻ ചെയ്യുന്നത് ഫുള്ളും തെറ്റ് എന്നുള്ള നിലയിലായിരിക്കും മക്കളെ ആ ഒരു ലെവലിലായിരിക്കും ഈ സ്ത്രീകൾ പറഞ്ഞ് പഠിപ്പിച്ച്. കാരണം ഇപ്പം അമ്മമാർ കരഞ്ഞാൽ ഏത് മക്കളായാലും ഒന്ന് വിഷമിക്കും. അപ്പോൾ ഈ മക്കളുടെ മുമ്പിലിരുന്ന് ഓരോന്നും പറഞ്ഞ് കരയുമ്പോൾ ആ മക്കൾ ആ ലെവലിൽ കുറ്റപ്പെടുത്തിയായിരിക്കും അച്ഛനെ കാണുന്നത്. അപ്പോൾ ഇതൊന്നും മിക്കവാറും ഉള്ള ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ മാക്സിമം കണ്ണടച്ചങ്ങ് വിട്ടേക്കും. പിന്നെ അവരുടെ ആ ഒരു രീതിയിൽ ഇടുങ്ങി അങ്ങ് ജീവിക്കാൻ ചില ആൾക്കാർ അങ്ങനെ അങ്ങ് തീരുമാനിക്കും. ചില ആൾക്കാർ ഡിവോഴ്സും കാര്യങ്ങളും ഇതിലോട്ടൊക്കെ അങ്ങ് പോകും. തന്നെ സ്വാർത്ഥതയായ സ്ത്രീകൾ ഇവരാണെങ്കിൽ എന്താ പറയുക, ഇവർ ഇപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്ന അത് അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രം ഭർത്താവുമായിട്ട് ജീവിക്കുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം മതി. അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ മറിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരോ ആ ഒരു ലെവലിലൊന്നും അവർ ചിന്തിക്കത്തില്ല. അവരായി അവരുടെ മക്കളായി അവരുടെ വീട്ടുകാരായി ആ ഒരു ലെവലിലായിരിക്കും. അങ്ങനെ വെറും സ്വാർത്ഥതയായിട്ടുള്ള ജീവിതമായിരിക്കും ജീവിക്കുന്നത് ചില സ്ത്രീകൾ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, എനിക്കാണെങ്കിലൊരു ഇത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഈ പെണ്ണുങ്ങളുടെ മാത്രം വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആണുങ്ങളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിക്കുന്നുണ്ടെന്ന് അറിയാമോ. അപ്പം പക്ഷേ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ വീഡിയോസ് ഇട്ടത്. പക്ഷേ എന്നാലും എനിക്കത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. ശരിയാണ്, ആണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടാത്തവരുണ്ട്. ആണായാലും പെണ്ണായാലും കുറ്റം ചെയ്യുന്നവരും കുറ്റം ചെയ്യാത്തവരും ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും ഈ സ്ത്രീകളെ മാത്രം പറയണ്ട. അപ്പം ആണുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തിടണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്തിരുന്നത്. അത് എനിക്കൊരു കമൻറ്റ് വന്ന് അത് എന്നെ കുറ്റപ്പെടുത്തിയാണെങ്കിലും എനിക്ക് ഇങ്ങനൊരു വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമായത് ആ ഒരൊറ്റ കമൻറ്റാണ് കേട്ടോ. ചേച്ചി ഞങ്ങളെ മാത്രം എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബാഡ് മെസ്സേജ് പോലെയൊക്കെ ദേഷിച്ചൊക്കെ ഇട്ടത്. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു അത് പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ മാത്രം എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഞങ്ങൾ ആണുങ്ങൾ എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര തോനെ എഴുതിയൊരു മെസ്സേജായിരുന്നു എൻ്റെ ഒരു വീഡിയോസിൻ്റെ അടി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോസ് ഇടാം. കാരണം ആണുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സഹിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചിട്ട് ആരോടും ഒന്നും പറയാത്ത അവസ്ഥയിൽ അതുങ്ങൾ നിൽക്കുന്നുണ്ട്. വീട്ടുകാരുടെ കുറ്റങ്ങൾ കേൾക്കണം, ഭാര്യമാരുടേത്, അങ്ങനെ എന്ത് പറയണം, ആരോടൊന്നും പറയാത്തൊരവസ്ഥയിൽ ആണുങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റിന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ടത് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുന്ന പെണ്ണുകുട്ടികൾ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഭർത്താവ് ആദ്യമേ അച്ഛനും അമ്മയും ജന്മം കൊടുത്താണ് ആ ഒരു മോനുണ്ടായത്. അവർ പൊന്നെ പോലെ നോക്കി 10-25 വയസ്സ് വരെ നല്ല രീതിയിൽ അവർ വളർത്തിയിട്ടാണ് നമുക്ക് വിവാഹം കഴിച്ചു തന്നത്. അപ്പം നമ്മളെക്കാൾ ഇച്ചിരിയും കൂടെ അവകാശം കൂടുതൽ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് കേട്ടോ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയോ അവരോടൊന്ന് സംസാരിക്കുകയോ അവരുമായിട്ട് ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാലൊന്നും നിങ്ങൾ അവിടെ താന്നു പോകത്തില്ല. നിങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം അത് വേറെയാണ്. മക്കളോടായാലും ഭാര്യയോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും അതൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവരെ ഇങ്ങനെ ക്ലാസ്സും മുറയും ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർ എന്തായാലും നിങ്ങളെ ഇട്ടേച്ച് പോകത്തില്ല എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തുവായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്നെ ബാഡ് മെസ്സേജ് ഇട്ട ആളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് റിപ്ലൈ എന്തായാലും താങ്കൾ തരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.